കടലമുട്ടായി എനിക്കിഷ്ടമാണ്. കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരു അങ്കിള് കടയിൽ നിന്നും കടലമുട്ടായി വാങ്ങി നൽകി. ഇന്നലെ രാത്രി ഫാമിലി സെമിനാറിൽ ദയാവിഹാറിൽ നളന്തയിൽ ക്ലാസ് എടുത്തതിന് ശേഷം രാത്രി മുറിയിൽ വന്നപ്പോൾ ആ കടലമുട്ടായി അല്പം കഴിച്ചു. ബാക്കി നന്നായി പൊതിഞ്ഞ് മുറിയിൽ തന്നെ വെച്ചു. മുറിയിലൊക്കെ നോക്കി, എവിടെയെങ്കിലും ഒരു ഉറുമ്പെങ്കിലും ഉണ്ടോ? ഒരു ഉറുമ്പ് പോലും ഇല്ല. ഞാൻ വിചാരിച്ചു കടലമുട്ടായിയെ ഉറുമ്പ് കണ്ടുപിടിക്കില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇതാ കടലമുട്ടായിയെ ഉറുമ്പുകൾ പൊതിഞ്ഞിരിക്കുന്നു. അങ്ങ് ദൂരെ നിന്നും ഉറുമ്പുകൾ മണത്തറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ടാർഗറ്റിനെ അത് കണ്ടുപിടിച്ചിരിക്കുന്നു. എങ്ങോ ദൂരെ നിന്ന് ഈ രണ്ടാം നിലയിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്ന കടല മുട്ടായി കൂട്ടിലേക്ക് ഉറുമ്പുകൾ കൂട്ടമായി എത്തിയിരിക്കുന്നു. അതിനെ അറ്റാക്ക് ചെയ്യുകയായി. അതെ, ഈ കടലമുട്ടായിക്ക് ഇപ്പോൾ വരെ ഒരു ഉടമസ്ഥനുണ്ടെന്നും ആ ഉടമസ്ഥൻ ഒരുപക്ഷെ ഞങ്ങളെയെല്ലാം ഞെരിച്ച് കൊന്നുകളയുവാൻ ശക്തിയുള്ളവനാണെന്നും ഒന്നും അവർ ഓർക്കുന്നില്ല. അവരുടെ ലക്ഷ്യത്തിന് നേരെ അവർ കുതിച്ചെത്തിയിരിക്കുന്നു. എത്ര അത്ഭുതകരമായൊരു കാര്യമാണ് എന്ന് ഞാൻ ഓർത്തു. അതിനപ്പുറത്ത് ഉപ്പേരിയുടെ ഒരു കൂടിരിപ്പുണ്ട്. അതിൻ്റെ അടുക്കൽ പോയില്ല. ഉപ്പേരിക്കൂട്ടിലേക്ക്, ഉപ്പേരിയുടെ പാക്കറ്റിലേക്ക് ഈ 100 ഉറുമ്പുകളിൽ ഒരെണ്ണം പോലും എത്തിയില്ല. എന്താ, ഉപ്പേരി വിഷമാണോ? ഉറുമ്പുകൾ ഉപ്പേരി കഴിക്കില്ലേ? കഴിക്കും. പക്ഷേ അതിൻ്റെ ഒന്നാമത്തെ ടാർഗറ്റ് കടലമുട്ടായിയാണ്, മധുരമാണ്. അത് അവിടെ എത്തിയിരിക്കുന്നു. ഭവിഷ്യത്തുകളൊന്നും ഓർക്കാതെ. കടലമുട്ടായി കിട്ടിയില്ലെങ്കിലും വേണ്ട, ജീവൻ രക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഉറുമ്പുകൾ കാത്തിരുന്നില്ല. അത് ഓടിക്കുതിച്ചെത്തിയിരിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക്, കൃത്യമായ ലക്ഷ്യത്തിലേക്ക്. ഉപ്പേരി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമല്ല. അതുകൊണ്ട് തന്നെ ഉപ്പേരിയുടെ കൂടിലേക്കത് പോയില്ല. കടലമുട്ടായിയിലാണ് അതിൻ്റെ ആക്രമണം. എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉറുമ്പുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, മടിയ നീ ഉറുമ്പിനെ നോക്കി പഠിക്കുവാൻ. ലക്ഷ്യമില്ലാത്ത മനുഷ്യ, ലക്ഷ്യം നഷ്ടപ്പെട്ട വിശ്വാസി, കടലമുട്ടായി വേണ്ട, ഉപ്പേരി മതി, എനിക്ക് രക്ഷപ്പെട്ടാൽ മതി, എങ്ങനെയെങ്കിലും ജീവിച്ചിരുന്നാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന വിശ്വാസിയെന്ന് അഭിമാനിക്കുന്ന നീ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഉറുമ്പിലൂടെ പഠിക്കൂ എന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളോടും ഈ ഉറുമ്പുകൾ പറയുകയല്ലേ എന്ന് ഓർത്തു. ദൈവത്തിൻ്റെ വചനം വാടാത്ത കിരീടത്തെപ്പറ്റിയും വാടുന്ന കിരീടത്തെപ്പറ്റിയും പറയുന്നുണ്ട്. വാടുന്ന കിരീടം പ്രാപിക്കുവാൻ വേണ്ടി എത്ര കഷ്ടം സഹിച്ചാണ് ആളുകൾ അധ്വാനിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിക്കുന്നുണ്ട്.
അതോടൊപ്പം ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ വാടുന്ന കിരീടമാണ് പ്രാപിക്കുന്നത്, നാമോ വാടാത്ത കിരീടമാണ് പ്രാപിക്കുന്നത്. അപ്പോൾ വാടാത്ത കിരീടം ആർക്കാണ് ലഭിക്കുന്നത്? എങ്ങനെയാണത് ലഭിക്കുന്നത്? അത് ലഭിക്കുവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ കാര്യങ്ങൾ നമ്മളും ശ്രദ്ധിക്കണം. ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, ലക്ഷ്യം തെറ്റാതെയുള്ള യാത്ര, കൃത്യമായ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, അതിനുവേണ്ടി വില കൊടുക്കുവാൻ തയ്യാറായുള്ള യാത്ര, ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ വേദവചനം പറയുന്നു, പൗലോസ് അപ്പോസ്തലനാണ് പറയുന്നത്, തൻ്റെ ജീവിത ലക്ഷ്യത്തെ പറ്റിയാണ് പറയുന്നത്. ഒന്നു ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിൽ പ്രേരിതനായി ഇവിടെ പറയുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, ഐ ഡു വൺ തിങ്. പല കാര്യങ്ങൾ ചെയ്യുന്നുവെന്നല്ല, ഒരു കാര്യം, അതിലേക്കാണ് തൻ്റെ ഫോക്കസ്, അതിലേക്കാണ് തൻ്റെ സമർപ്പണം, അതിലേക്കാണ് തൻ്റെ കണ്ണുകൾ. അതെ, എന്താണ്? പിമ്പിലുള്ളത് മറന്ന്. എന്താണ് പിമ്പിലുള്ളത്? പ്രധാനപ്പെട്ടതല്ലാത്ത പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിലും. പണം, പ്രശസ്തി, സൗകര്യങ്ങൾ, ലക്ഷറി, കംഫർട്ട്സ്, പ്ലഷർ, ഇതൊക്കെ സാധാരണ ആളുകളുടെ ലക്ഷ്യങ്ങളാണ്. എന്നാൽ ദൈവവിളി ലഭിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? തൻ്റെ ലക്ഷ്യമായിരിക്കണം എറ്റേണിറ്റി, നിത്യത. ഈ ഭൂമിയിൽ തൻ്റെ ലക്ഷ്യമായിരിക്കണം സോൾസ്, ആത്മാക്കൾ. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു കുതിപ്പായിരിക്കണം, ആഞ്ഞും കൊണ്ട് അതിലേക്ക് കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്ര, ഒരു ഓട്ടം. ഓടുന്നു, ഞാൻ ഓടുന്നു, ജൽദിബാജി. നാളെ കടലമുട്ടായി എവിടെ ഇരിപ്പുണ്ടെങ്കിൽ നോക്കാം എന്നൊന്നുമല്ല ഉറുമ്പുകൾ ചിന്തിക്കുന്നത്. അത് ഓടിയെത്തുകയാണ്, അവസരം പാഴാക്കാതെ ഓടിയെത്തുകയാണ്. എത്രയോ അവസരങ്ങളാണ്. ഉറുമ്പിനേക്കാൾ 1000 മടങ്ങ് IQ ഉള്ള ഞാനും എന്നെപ്പോലെയുള്ള പലരും നഷ്ടമാക്കുന്നത് എന്നോർക്കുമ്പോൾ വലിയ സങ്കടം തോന്നുന്നു. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ, പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവീൻ. അതെ, ആ ഓട്ടം അല്പം ബുദ്ധിമുട്ടുള്ള ഓട്ടമാണ്. ആ ഓട്ടത്തെ മനസ്സിൽ കണ്ടുകൊണ്ടും കൂടിയാണ് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘന ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അപ്പോൾ കഷ്ടമുണ്ട്, എന്നാൽ അതിൻ്റെ അവസാനം തേജസ്സിൻ്റെ നിത്യഘനം. അതോർക്കുമ്പോൾ ഈ കഷ്ടതയൊക്കെ നൊടി നേരത്തേക്കുള്ളതാണ്. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 2 തിമോത്തിയോസ് 4:7 താൻ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു വിശ്വാസം. ഇതൊരു പോർക്കളമാണ്, ഇത് ഒരു യുദ്ധമാണ്. ഉറുമ്പുകൾ ആ യുദ്ധത്തിന് തയ്യാറായി വന്നിരിക്കുകയാണ്. അവർക്ക് ലക്ഷ്യത്തിലെത്തണം. അതെ, യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്ന പടയാളികളോട് ചോദിച്ചാൽ അവർ പറയും യുദ്ധത്തിൽ മരണം ഉണ്ടാകാം എന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുന്നത്.
രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ സൈന്യത്തിൻ്റെ സോൾജിയേഴ്സിന്, ഭടന്മാർക്ക് കൊടുത്തിരുന്ന ഉത്തരവ് ഇതാണ്: ഒരു കാരണവശാലും ശത്രുവിൻ്റെ പിടിയിൽ അകപ്പെടരുത്. അപ്പോൾ മറ്റൊരു മാർഗവുമില്ലെങ്കിൽ എന്തു ചെയ്യണം? ആത്മഹത്യ ചെയ്യണം. അതിനുള്ള വിഷഗുളിക അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം സൂക്ഷിക്കണം. രഹസ്യ വിവരങ്ങൾ ചോരുവാൻ ഇടവരരുത്. ശത്രു നിങ്ങളെ പിടിക്കുന്നതിന് തൊട്ടു മുൻപ് മറ്റ് ഒരു വഴിയും ഇല്ലെങ്കിൽ ആ വിഷഗുളിക കഴിച്ച് നിങ്ങൾ ആത്മഹത്യ ചെയ്തു കൊള്ളണം. അതിനവർ തയ്യാറാണ്. അതെ, ലോകത്തിലെ ഓട്ടക്കാരുടെ കാര്യം നമ്മളങ്ങനെ കാണുന്നു. നമ്മുടെ ടാർഗറ്റ് എത്ര കൃത്യമായിരിക്കണം. ഇതാ, ഇവിടെ നിന്നു ഈ മുറിയിലെങ്ങും ഒരു ഉറുമ്പില്ലായിരുന്നു. ഒരു ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു 100 കിലോമീറ്റർ പോകുന്നത് പോലെയാണോ ഒരു ഉറുമ്പ് കുറേ ദൂരത്ത് നിന്നും എത്തുക എന്ന് പറയുമ്പോൾ? ഇത് 100 കിലോമീറ്റർ സ്പീഡിലോ 40 കിലോമീറ്റർ സ്പീഡിലോ 20 കിലോമീറ്റർ സ്പീഡിലോ ഒന്നും യാത്ര ചെയ്യുന്ന ഒരു മൃഗമല്ലല്ലോ. പക്ഷെങ്കിൽ അത് മണത്തറിഞ്ഞ് അതിൻ്റെ ലക്ഷ്യത്തിലെത്തുകയാണ്. അപ്പോൾ അത് എപ്പോഴും ആ ടാർഗറ്റ് അതിൻ്റെ മനസ്സിലുണ്ട്. എവിടെയെങ്കിലും അതിനൊരു സാധ്യതയുണ്ടോ എന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു: അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. അതെ, ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്തിനേക്കാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യേശുവിനെ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആത്മാക്കളെ ശ്രദ്ധിക്കണം. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾ. പലപ്പോഴും നമ്മൾ ലക്ഷ്യത്തിലേക്കാണോ ഓടുന്നത്, അതോ ലക്ഷ്യം തെറ്റിയാണോ ഓടുന്നത്? ശരിയായ ലക്ഷ്യമാണോ നമ്മുടേത്, അതോ തെറ്റായ ലക്ഷ്യമാണോ നമ്മുടേത്? ബുൾസ് ഐ ആണോ? ആ വൃത്തത്തിലെ ഏറ്റവും മധ്യത്തിലുള്ള ആ ഒരു ബിന്ദുവിലേക്കാണോ നമ്മുടെ ശ്രദ്ധ, അതോ പെരിഫറൽ സർക്കിൾ എവിടെയെങ്കിലുമൊക്കെ ഈ വെടിയുണ്ട ചെന്ന് കൊള്ളട്ടെ എന്നാണോ ഒരു നല്ല ഭടൻ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല. ബുൾസ് ഐ, ആ വൃത്തത്തിൻ്റെ മധ്യത്തിലുള്ള ബിന്ദു, അതാണ് തൻ്റെ ലക്ഷ്യം. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്താനാണോ നമ്മുടെ ചിന്ത? അതോ പൗലോസ് അപ്പോസ്തലനെ പോലെ കൃത്യമായ ലക്ഷ്യം അത് മനസ്സിൽ വെച്ചുള്ള ഒരു യാത്രയാണോ നമ്മുടേത്? ഈ ഉറുമ്പുകളെ പോലെ കൃത്യമായ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണോ നമ്മുടേത്? നമുക്ക് ചിന്തിക്കാം. പലരും സ്വന്തം കംഫർട്ട്സ് അതിനുവേണ്ടി യാത്രകൾ നടത്തുന്നു. ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ യാത്ര എവിടേക്കായിരിക്കണം? സുവിശേഷം അനേക തവണ കേട്ട സ്ഥലങ്ങളിലേക്കായിരിക്കണമോ, അതോ സുവിശേഷം കേൾക്കാത്ത ഇടങ്ങളിലേക്കായിരിക്കണമോ? തനിക്ക് പണം ലഭിക്കുന്ന ഇടത്തേക്കായിരിക്കണമോ, അതോ തനിക്ക് ആത്മാക്കൾ ലഭിക്കുന്ന ഇടത്തേക്കായിരിക്കണമോ? തനിക്ക് കംഫർട്ട് ലഭിക്കുന്ന ഇടത്തേക്കായിരിക്കണമോ, അതോ തനിക്ക് ആത്മാക്കളെ നേടുവാൻ കഴിയുന്ന ഇടത്തേക്കായിരിക്കണമോ? നേടിയ ആത്മാക്കൾ കൂടിയിരിക്കുന്ന ഇടത്തേക്കായിരിക്കണമോ, അതോ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളുടെ ഇടത്തിലേക്കായിരിക്കണമോ? പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ അഭിമാനിക്കുന്നത് സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് പോകുന്നതിലാണ് ഞാൻ അഭിമാനിക്കുന്നത്. അതാണ് എൻ്റെ അഭിമാനം. അതിൽ കഷ്ടതയുണ്ട്, അതിൽ ബുദ്ധിമുട്ടുകളുണ്ട്, അതിലൊരു പക്ഷേ ജയിൽവാസമുണ്ട്.
എന്നാൽ എൻ്റെ അഭിമാനം അതാണ്. ഇതാ ഉറുമ്പുകൾ ജീവൻ പണയപ്പെടുത്തി വന്നിരിക്കുകയാണ്. അവർക്ക് മധുരം വേണം, അതാണ് അവരുടെ ടാർഗറ്റ്. നമുക്ക് നിത്യത വേണം, നമുക്ക് യേശുവിനെ വേണം, നമുക്ക് ആത്മാക്കളെ വേണം. ഈ ലോകത്തിലെ സമ്പത്തോ സൗകര്യങ്ങളോ പേരോ പ്രശസ്തിയോ കസേരയോ ഈ ലോകത്തിലെ സുഖങ്ങളോ അല്ല നിത്യത. ആത്മാക്കൾ, ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഓടാം. ഉറുമ്പുകളെ നോക്കി ചില പാഠങ്ങൾ നമുക്കും പഠിക്കാം. God bless you.